ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചന ചില കാര്യങ്ങളൊക്കെ മധുവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്നോട് ചെയ്തത് നിങ്ങളുടെ അനുജത്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു അന്യപുരുഷന്റെ കാല് കഴുകുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച സങ്കടവും വേദനയും അപമാനവും എത്രയാണെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനുള്ള ശിക്ഷ ദൈവം തനിക്ക് തരും. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. നിങ്ങളുടെ സഹോദരിയോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഗർഭിണിയായ എന്നെ കൊണ്ട് നിങ്ങളിത് ചെയ്യിപ്പിക്കില്ലായിരുന്നു. ഇതിന്റെ പാവം തനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയത്തിയോടുള്ള തൻ്റെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന്. നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ നിർത്ത് എന്ന് മധു പറയുന്നു. ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോവരുത്. എൻ്റെ അനിയത്തിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നീ ആരാ? കുഞ്ഞുനാൾ മുതൽ എൻ്റെ കൈക്കുള്ളിൽ വളർത്തിയ മോളാണ് എൻ്റെത്. എൻ്റെ അനിയത്തിയാണ് നിന്റെ ആങ്ങള വണ്ടി ഇടിച്ച് കൊന്നത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ എനിക്ക് കിട്ടിയേ തീരൂ. നീ പറഞ്ഞല്ലോ സ്ത്രീയോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും എനിക്കില്ലെന്ന്. എൻ്റെ മുന്നിൽ നിന്ന് നീ ജീവനോടെ രക്ഷപ്പെടുന്നത് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അനൂപിനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും ജീവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല. ഇനി നീ പൊയ്ക്കോ എന്ന് പറയുന്നു. അർച്ചന പറയുന്നു, ഇല്ല, എൻ്റെ ആവണിമോളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിന്റെ ആവണിമോള് വീട്ടിൽ തിരിച്ചെത്തി കാണും. സംശയമുണ്ടെങ്കിൽ നീ വിളിച്ചു ചോദിക്കാനും പറയുന്നുണ്ട് മധു. പെട്ടെന്ന് തന്നെ അർച്ചന വീട്ടിലേക്ക് വിളിക്കുന്നു. ഈ സമയം ആവണിയെ വീട്ടിലേക്ക് ഒരാൾ കൊണ്ടാക്കുകയാണ്. കതക് തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നതും ആവണി ഒരാളോട് ടാറ്റ പറഞ്ഞു വരുന്നതുമാണ് മീര കാണുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ആ ചേട്ടനോട് ആവണി ടാറ്റയൊക്കെ പറഞ്ഞു വരുന്നത്. മോളെ എന്ന് പറഞ്ഞ് മീര ആവണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാൽ ആവണിക്ക് വിഷമമൊന്നുമില്ല. നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആരാ നിന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ മീര ചോദിക്കുന്നു. അച്ചു ആൻ്റിയാണോ എന്ന് ചോദിക്കുന്നു. അച്ചു ആൻ്റിയെ ഞാൻ കണ്ടില്ലെന്നും ആവണി പറയുന്നു. മോളെ ആരോ പിടിച്ചോണ്ട് പോയത് എന്നെ മീര ചോദിക്കുമ്പോൾ കമല ചോദിക്കുമ്പോൾ പിടിച്ചോണ്ട് പോയെന്നോ? എന്നെ ആരും പിടിച്ചോണ്ട് പോയതല്ല. സച്ചി അങ്കിളും അച്ചു ആൻ്റിയും പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് സ്റ്റാഫുകളുടെ കൂടെയാണ് ഞാൻ വന്നത്. എന്നിട്ട് മോള് സച്ചി അങ്കിളുടെ ഓഫീസിലേക്ക് പോയോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ മോൾ എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ആവണി പറയുന്നു, ഞങ്ങൾ കുറേ ചുറ്റിയടിച്ചു. അങ്ങനെ പോയ കാര്യങ്ങളെല്ലാം പറയുന്നു. മോൾക്ക് നല്ല പാട്ടുകളൊക്കെ ഇട്ട് കാറിൽ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു അവർ. ഓരോ പാട്ടിടുമ്പോഴും ഇതല്ല, എനിക്ക് വേറെ പാട്ട് മതിയെന്ന് ആവണി പറയുന്നു. മാറ്റിക്കൊടുറ എന്ന് ആ പയ്യൻ ആ ഡ്രൈവറോട് പറയുകയും ചെയ്തു. ഒടുവിൽ ആവണി പറയുന്നുണ്ട്, ഈ പാട്ടൊക്കെ വലിയ ബോറാണ്, എനിക്ക് പാട്ട് വേണ്ടെന്ന്. എന്നാൽ പിന്നെ നമുക്കൊരു പാർക്കിലേക്ക് പോയാലോ എന്ന് മറ്റൊരാൾ ചോദിച്ചപ്പോൾ വേണ്ട എന്നാവണി. എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നു. അത് കൊള്ളാം, ഗുഡ് ഐഡിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് ആവണിയെ അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. എന്നിട്ട് ഒരു ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് വാങ്ങിച്ചു കൊടുത്തു. ഒരു വാനിലയുടെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ എനിക്കിത് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് ആവണി. അത് പറ്റില്ല, കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറച്ച് ഐസ്ക്രീം തൊട്ട് അയാളുടെ മൂക്കിൽ വെച്ച് തേച്ച് കൊടുത്തിട്ട് ചിരിക്കുകയാണ് ആവണി. മധു ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ച് അയാൾ ചിരിച്ചു കാണിക്കുന്നു. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് ആവണി പറയുന്നു. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. മോൾ ഇറങ്ങിപ്പോയല്ലേ ഞങ്ങളുടെ പണി പോകും. മോക്ക് വേണ്ടത് ചോക്ലേറ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവറും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നല്ല, 2 എണ്ണം വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ആ അങ്കിളുമാരെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചു. മീര പറയുന്നു, അപ്പോൾ അവരാരും മോളെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലേ എന്ന്. ഇല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. എന്നെ പിടിച്ചുകൊണ്ട് പോയെന്ന് ആരാ പറഞ്ഞത് എന്ന് ആവണി ചോദിക്കുന്നു. പരിചയമില്ലാത്ത ആളുകൾ വന്ന് വിളിച്ചപ്പോൾ മോൾ എന്തിനാ അവരുടെ കൂടെ പോയതെന്ന് മീര ചോദിക്കുന്നുണ്ട്. അച്ചു ആൻ്റിയുടെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അങ്കിളിനും ആൻറ്റിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയതെന്നും പറഞ്ഞു. മോൾ അച്ചു ആൻ്റിയെ കണ്ടോ എന്ന് കമല ചോദിക്കുമ്പോൾ ആവണി പറയുന്നു, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അങ്കിളിന് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ ആൻറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ഈ സമയം ഒരു കോൾ വരുന്നു. അത് അച്ചു ആയിരിക്കും. മോൾ ഇങ്ങനെ എത്തിയോന്നറിയാൻ വിളിക്കുന്നതായിരിക്കുമെന്ന് കമല പറയുന്നു. അർച്ചന കമലയെ വിളിച്ച് നോക്കുന്നുണ്ട്. ആവണി മോള് അവിടെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നു, ഇപ്പോൾ ദേ കാറിൽ ആരോ ഇവിടെ കൊണ്ടുവിട്ടു. ഓഫീസിൽ നിന്ന് നിങ്ങൾ അയച്ച സ്റ്റാഫാണെന്നാ മോള് പറഞ്ഞത്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അവള് തിരിച്ചെത്തിയിട്ടുണ്ട്. മോളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവരാരും ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് അല്ലെന്നും അവരെല്ലാം ആ ചെങ്കൽ മധുവിൻ്റെ ഗുണ്ടകളാണെന്നും അവരാണ് മോളെ പിടിച്ചുകൊണ്ട് പോയതെന്നും അർച്ചന പറയുന്നു. പിന്നെ വളരെ സന്തോഷത്തോടെയാണല്ലോ അവളെ ഇവിടെ കൊണ്ടുവിട്ടത്. മോള് വളരെ ഹാപ്പി ആയിരുന്നല്ലോ എന്ന് കമല. അമ്മ ഫോൺ വെച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. അമ്മേ, അച്ചു എന്താ പറഞ്ഞതെന്ന് മീര ചോദിക്കുന്നു. ആ ചെങ്കൽ മധുവിൻ്റെ ആൾക്കാരാണ് മോളെ കൊണ്ടുപോയതെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീര. ഈ സമയം അർച്ചനയുടെ അരികിലേക്ക് ആ മധു വന്നു. മോള് സുരക്ഷിതമായി വീട്ടിലെത്തിയില്ലേ എന്ന് ചോദിക്കുന്നു. ഇനി പൊയ്ക്കോളാനും പറയുന്നു. പക്ഷെ ഒന്ന് ഓർക്കണം,
എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും. അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ട്രയൽ നടത്തിയത്. ഈ ചെറിയ സമയം കൊണ്ട് നീ എത്രമാത്രം ടെൻഷൻ അടിച്ചു. ഇനിയും ഇത് ആവർത്തിക്കണോന്ന് ആലോചിച്ച് നോക്ക്. അർച്ചന പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്നെ ശത്രുപക്ഷത്താക്കി. ഇതിനേക്കാൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും അനുപേട്ടനെ സച്ചിയേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരത്തില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരുമെന്നും അർച്ചന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇത് കേട്ട് മധു ചിരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കുന്നു. തൊട്ടരികിലിരുന്ന് മീര കരയുന്നു. ഇനി എന്തിനാ മീര ഇങ്ങനെ കരയുന്നത്? ഒരു പോറല് പോലും ഏൽക്കാതെ കുട്ടി ഇങ്ങ് തിരിച്ചു വന്നില്ലേ എന്ന് കമല. ഈ അമ്മയ്ക്കൊന്നും അറിയില്ല. അവരൊക്കെ നല്ല ആൾക്കാരാണ്. അല്ല അച്ചുവാൻ്റെയും സച്ചിയങ്ങളും എന്തിനാ അവരെ പറഞ്ഞു വിട്ടത് എന്ന് ആവണി ചോദിക്കുന്നു. അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മ അവർ വരുമ്പോൾ ചോദിക്കാം എൻ്റെ മീര. എന്തായാലും മോളെ അവരൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ വല്ലാണ്ട് പേടിച്ചു പോയെന്നും കമൽ. എന്തിനാ പേടിക്കുന്നത്? അവർ നല്ല ചേട്ടന്മാരല്ലേ. ഞാൻ പറഞ്ഞതൊക്കെ മേടിച്ചു തന്നു. ജ്യൂസ്, ഐസ്ക്രീം, പിന്നെ എന്നിട്ട് അവരല്ലേ എന്നെ അച്ചു ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുപോകാത്തത്. ആൻറ്റി ഇങ്ങോട്ട് വരാം, അതുകൊണ്ടല്ലേ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നുണ്ട് കമല. അവർ പിന്നെ മോളോട് എന്തൊക്കെയാ ചോദിച്ചെന്ന് പറയുന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കഥകളൊക്കെ പറഞ്ഞു തന്നു, പാട്ടൊക്കെ പാടി ഒരു ചേട്ടൻ. ഇനി ഇങ്ങനെ ആരെയും വിളിച്ചാൽ വണ്ടിയിൽ കയറി പോവരുത് കേട്ടോ എന്ന് മീര പറയുമ്പോൾ ആവണി പറയുന്നുണ്ട്, ആദ്യം ഞാൻ പോയില്ലായിരുന്നു, പിന്നെ അവരെന്നെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് പോയതാണ്. അങ്കിളിനും ആൻറ്റിക്കും ഉടനെ എന്നെ കാണുമെന്ന് പറഞ്ഞു. മീര പറയുന്നു, അങ്ങനെ പറയുന്നതൊന്നും നല്ലവരല്ല, ചിലപ്പോൾ മോളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. പരിചയമില്ലാത്ത ആര് വന്ന് വിളിച്ചാലും മോളത് ടീച്ചറിനോടോ സ്കൂൾ ബസ്സിലെ ആയോടോ കൂട്ടുകാരോടോ പറയണമെന്ന് പറയുമ്പോൾ ആവണി പറയുന്നു, അമ്മയ്ക്ക് വിഷമമായോ? ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, പോരെ. മോള് ചെറിയ കുട്ടിയാണ്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായം മോൾക്കായിട്ടില്ല. ചുറ്റിലും നമ്മളോട് ചിരിച്ചു കാണിക്കുന്നവരൊക്കെ നല്ലവരല്ല. ഇങ്ങനെ പരിചയമില്ലാത്തവർ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തും. അങ്ങനെ എന്തെങ്കിലും എൻ്റെ മോൾക്ക് സംഭവിച്ചാൽ അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളത്? ഇത് കേട്ട് കമല പറയുന്നു, ഇനി എൻ്റെ കൊച്ചിന് അബദ്ധമൊന്നും പറ്റില്ലല്ലേ മോളെ. ഈ സമയം ഓടിപ്പാഞ്ഞ് അർച്ചന അവിടേക്ക് എത്തി. മോളെ എന്ന് പറഞ്ഞ അവണിയെ ചേർത്ത് പിടിക്കുന്നു. ആൻറ്റി എവിടെ പോയിരുന്നു? ആ ചേട്ടന്മാരോടൊപ്പം കുറേ നേരം കാറിൽ കാത്തിരുന്നു. ചോദിക്കുമ്പോൾ ഇപ്പോൾ വരുമെന്ന് പറയും. എന്നിട്ട് എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആൻറ്റി ഇപ്പോൾ വന്നല്ലോ, അവർ മോളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. അവര് ആൻറ്റിയുടെ അങ്കിളിൻ്റെയും ഓഫീസിലെ ജോലിക്കാരല്ലേ. വളരെ കൂളായിട്ടാണ് അവർ സംസാരിച്ചത്, നല്ല രസമായിരുന്നു എന്ന് പറയുന്നു. അമ്മയെ മോളെ കൊണ്ടുപോയി കൈ എഴുതിയിട്ട് വാ എന്നൊക്കെ ആവണി മീര കമലയോട് പറയുന്നുണ്ട്. അവർ പോയ സമയം മീര അർച്ചനയോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് അവളെ കൂട്ടിക്കൊണ്ട് വരാനെന്നാണ് പറഞ്ഞത്. അവളോട് അങ്ങനെയാ പറഞ്ഞത്. സത്യം അതല്ല എന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആവണിക്ക് ഒന്നും വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുന്നു, അതിന് നീ എന്ത് ചെയ്തു എന്ന്. ആവണി മോളെ കൊണ്ടുപോയവർ തന്നെ അവിടെ തിരിച്ചു കൊണ്ടുവിട്ടു, അല്ലാതെ നിനക്ക് ഇതിലൊരു റോളും ഇല്ലെന്നും എൻ്റെ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചില്ല, അത് തന്നെ ഭാഗ്യമെന്ന് മീര പറയുന്നു. നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത്? ആ ചെങ്കൽ മധുവിൻ്റെ അടുത്ത് പോയി അവള് സംസാരിച്ചത് കൊണ്ടല്ലേ മോളെ അവരിപ്പോൾ തിരിച്ചു കൊണ്ടുവിട്ടത്? അത് ഇവള് പറയുന്നതല്ലേ. പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഇവള് പറഞ്ഞാൽ എല്ലാം സമ്മതിക്കുന്ന ആളാണ് ചെങ്കൽ മധു എന്ന ഗുണ്ടയ്ക്ക്. ആദ്യം ഇവൾ അനുപേട്ടിനെ രക്ഷിച്ച് കാണിക്കട്ടെ, അപ്പോൾ ഞാൻ സമ്മതിക്കാം ഇവളുടെ മിടുക്ക് കൊണ്ടാണ് മോളെ തിരിച്ചു കിട്ടിയത് എന്ന്. എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എല്ലാവരും പറയുന്നതാണ് ശരി. ഇവള് കാരണമാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതിന് വേണം ആദ്യം പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് മീര പറയുന്നു. ആവണി അവിടേക്ക് വരുന്നു. അങ്കിൾ എന്താ വരാത്തതെന്ന് ചോദിക്കുന്നു. അങ്കിൾ വരും, മോള് വന്നേ, ഡ്രസ്സ് മാറിത്തരാമെന്ന് പറഞ്ഞ് ആവണിയും കൂട്ടി പോവുകയാണ് മീര. നീ വിഷമിക്കണ്ട, അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. കുഞ്ഞിനെ കാണാനില്ലാത്ത സമയം മുതൽ അവൾ അനുഭവിച്ച സങ്കടം ഞാൻ നേരിട്ട് കണ്ടതാണെന്നും കമല പറയുന്നു. മോള് ക്ഷമിക്കെന്നും പറയുന്നു. ഞാൻ മനഃപൂർവ്വം അനുപേട്ടനെ രക്ഷിക്കാത്തത് പോലെയാണ് മീരയുടെ സംസാരം. അമ്മയ്ക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ എൻ്റെ അനുപേട്ടനെ രക്ഷപ്പെടുത്തില്ല എന്നൊക്കെ അർച്ചന പറയുന്നു. അതൊക്കെ എനിക്കറിയാം. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്തോ ആദ്യം തട്ടിയിരിക്കുകയാണ്. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലല്ലേ. ജയിലിൽ പോകുമ്പോൾ ജാമ്യം കിട്ടുമോ ഒന്നും അറിയില്ലല്ലോ. പുറത്തിറങ്ങിയാൽ അവനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുണ്ടകൾ. അതിനിടയ്ക്ക് മോളെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ അറിഞ്ഞാൽ ഏതമ്മയുടെ സമനിലയാ തെറ്റാത്തത്? അവൾ ഇത്രയൊക്കെ അല്ലേ പറഞ്ഞുള്ളൂ. പോട്ടെ മോൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നൊക്കെ കമല. എനിക്കൊന്ന് വേണ്ടെന്ന് അർച്ചന. സച്ചി എവിടെ പോയെന്ന് കമല പറഞ്ഞു തീർന്നില്ലതെ അവൻ എത്തിയെന്ന് പറയുന്നു. താൻ എന്ത് പണിയായി കാണിക്കുന്നത് എന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുന്നു. അവണി മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ താൻ ഈ റിസ്ക് എടുത്തത്? വയ്യാതിരിക്കുന്ന സമയത്ത് താൻ അവിടേക്ക് പോയത് എന്തിനാണെന്ന് സച്ചി. അമ്മ ഇത് കേൾക്കണം. ശരീരം മനക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം ഇവളോട് പറഞ്ഞതാണ്. ആറ്റുനോറ്റ് വഴിപാട് കഴിപ്പിച്ചുണ്ടാക്കിയ കുട്ടിയാണിത്. ഈ ടെൻഷനിടയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി ചാടിയിറങ്ങും.
ഇനിയെങ്കിലും അതൊന്ന് നിർത്താൻ അമ്മ ഇവളോടൊന്ന് പറയണം, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് സച്ചി. എന്നിട്ട് സച്ചി ടെൻഷനോടെ അവിടെ ഇരിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആവണി മോള് ഒരു കുഴപ്പം വരാതെ തിരിച്ചെത്തുകയും ചെയ്തു. സച്ചി പറയുന്നു, അവരിതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് തനിക്കറിയാമോ? എന്നിട്ടും തനിക്ക് ഒരു സീരിയസ്നെസ് ഇല്ലാത്തത് എന്താണെന്നും സച്ചി ചോദിക്കുന്നു. സച്ചിയേട്ട, അനുപേട്ടനെ രക്ഷിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അതിനിടയിൽ ആവണി മോൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ മധുവിനെ കണ്ടതെന്ന് അർച്ചന. എന്നിട്ട് അവന്റെ കാല് പിടിച്ചു അല്ലേ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, ആവണി മോൾക്ക് വേണ്ടി ഞാൻ ആരുടെയും കാല് പിടിക്കും. അവളെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല. ആ മധുവിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ആവണി മോളെ അവർ തന്നെ തിരിച്ചുവിട്ടു. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇല്ലാതാവുമോ എന്ന് സച്ചി ചോദിക്കുന്നു. ഇപ്പോൾ താൻ ഒറ്റയ്ക്കല്ല, ഉള്ളിൽ ഒരു ജീവനുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റിസ്ക് എടുക്കരുത് എന്നൊക്കെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അർച്ചനയ്ക്ക്. ഇതൊക്കെ കേട്ടു നിന്ന കമല അർച്ചനയോട് പറയുന്നു, മോളെ സച്ചി പറഞ്ഞത് ശരിയല്ലേ? അവൻ പോയി മോളെ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ, പിന്നെ മോൾ ഒറ്റയ്ക്ക് പോയത് എന്താ? ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി, ഞാനത് ചെയ്തു. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയും, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അനുപേട്ടനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എന്തായാലും ഏട്ടത്തിയോടൊന്ന് പറഞ്ഞു തരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. സച്ചിയെ വിളിക്കുന്നുണ്ട്. മോൻ ഇനി അവളെ വഴക്കൊന്നും പറയണ്ട, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കമല. അമ്മയെ, അർച്ചനയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. 3 മാസം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്നും പറഞ്ഞാൽ കേൾക്കാതെ അവൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ അവളെ വഴക്ക് പറഞ്ഞത്. അനുപേട്ടന്റെ കാര്യത്തിൽ നിങ്ങളുടെ വിഷമം എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീർത്ത് അനുപേട്ടനെ തിരിച്ചു കൊണ്ടുവരുമെന്നും സച്ചി അമ്മയോട് പറഞ്ഞു. അങ്ങനെ ആ കാര്യം ആലോചിച്ച് നിൽക്കുകയാണ് കമല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.